സംബന്ധവാചക വിശേഷൻ. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് വിശേഷന്റെ ലാസ്റ്റ് ഇതായിട്ടുള്ളത് സംബന്ധവാചക വിശേഷനെ പറ്റിയിട്ടാണ് അല്ലെ. ലാസ്റ്റ് ടൈപ്സ് ഓഫ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിൽ ലാസ്റ്റ് ടൈപ്പാണ് സംബന്ധവാചക വിശേഷൻ. ഇതുവരെ എടുത്ത ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് ഡു ഇറ്റ്, റൈറ്റ്? ഓക്കെ, എന്താണ് സംബന്ധവാചക? എന്താണ് സംബന്ധവാചക വിശേഷൻ എന്ന് പറഞ്ഞാല് जो शब्द किसी व्यक्ति या वस्तु से संबंध, अधिकार या अपनापन बताते हैं. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു വേർഡ് ഒരു പേഴ്സൺ ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു സാധനമായിട്ടോ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ അതിന്റെ റൈറ്റ്സ് ഇല്ലെങ്കിൽ അതിന് എന്റേതാണെന്നുള്ള ഒരു ഫീലിങ്സ് പറയുകയാണെങ്കിൽ റിലേഷൻസ് അല്ലെ, അതിനെയാണ് നമ്മൾ കണക്ഷൻസ്, അതിനെയാണ് നമ്മൾ സംബന്ധവാചക വിശേഷൻ എന്ന് പറയണത് അല്ലെ. ജോസ് ശബ്ദ ഏതൊക്കെ വേർഡ്സ് ആണോ, കിസ്ക, കിസ്കി, കിസ്കി, ആർതാണ്, ആ ഒരു ആൻസർ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് സംബന്ധവാചക വിശേഷനാണ്. നമ്മൾ പറയാറുണ്ട് യഹ് മേരാ ഘർ ഹൈ, മേരാ ഘർ എന്റെ വീടാണ് അല്ലെ. തുമ്ഹാരി കിതാബ് നിന്റെ ബുക്ക്, ഉസ്കാ ബാഗ് അവന്റെ ബാഗാണ്, ഹമാരി കക്ഷ നമ്മുടെ ക്ലാസ് റൂമാണ്. അപ്പൊ ഇതൊക്കെ വരുന്നത് എന്താണ്? എല്ലാം കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് എന്താവും? അത് സംബന്ധവാചക വിശേഷനാണ് അല്ലെ. എന്താണത്? സംബന്ധവാചകാണ്. ജബ് ഈ ശബ്ദ സംജ്ഞ കെ സാത്ത് ഹോ, ഇത് നൗൺസിന്റെ കൂടെ ആയിരിക്കും, പ്രൊണൗൺസിന്റെ കൂടെയല്ലേ. എന്താണ് ഈ വേർഡ്സ് വീണ്ടും എന്തിന്റെ കൂടെയാണ് വരുന്നത്? നൗണിന്റെ കൂടെയാണ് വരുന്നത്. അപ്പോഴാണ് ഇത് എന്തായി മാറുന്നത്? വിശേഷൻ, റൈറ്റ്? എന്താ? സംബന്ധവാചക വിശേഷനായിട്ട് മാറുന്നത്. യഹ് മേരി കിതാബ് ഹൈ, ഇത് എന്റെ ബുക്കാണ്. നൗണിന്റെ കൂടെയാ വരുന്നത്. യഹ് മേരി ഹൈ എന്ന് പറഞ്ഞാൽ അത് എന്തായിട്ട് മാറാണ്? സർവനാമായിട്ട് മാറാണ്, നോട്ട് സംബന്ധവാചക വിശേഷണം അല്ലാതെ. അപ്പൊ ഇതിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേ എന്താണ്? കിസ്ക, കിസ്കി, കിസ്കി അല്ലെ. ഇതിന്റെ നമുക്ക് ആൻസർ കിട്ടുവാണെങ്കിൽ അതെന്തായിട്ട് മാറും? കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ്? സംബന്ധവാചക വിശേഷനായിട്ട് മാറും അല്ലെ. സാമാന്യ ശബ്ദ, ഇത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള വേർഡ്സ് ആണ് ഞാൻ പറയുന്നത്. മേരാ, മേരി, മേരി, മേരാ, മേരി, മേരി, तुम्हारा, तुम्हारी, तुम्हारी, उसका, उसकी, उसकी, हमारा, हमारी, हमारे, उनका, उनकी, उनकी. ഇത്രയും വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്താണ്? സാമാന്യമായിട്ടുള്ള വേർഡ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. അത് സംബന്ധവാചക വിശേഷനാണ് അല്ലെ. യഹ് മേരാ ബാഗ് ഹൈ, ഫോർ എക്സാമ്പിൾ എന്താണ്? ഇത് എന്റെ ബാഗാണ്. വഹ കിതാബ് ബഹുത് രോചക് ഹൈ, ആ ബുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ. ഹമാരെ ശിക്ഷക് ആജ് ആയേ ഹൈ, ഞങ്ങളെ ടീച്ചർ ഇന്ന് വന്നിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ അപ്പൊ എന്തില് വരുന്നതാണ്? സംബന്ധവാചക. എന്റേത്, എന്റെ, ഇതൊക്കെ പറയുമ്പോ എന്താണ്? നമ്മളുടേതായിട്ടുള്ള ഫീലിങ്സ് വരുന്ന കാര്യങ്ങൾക്ക് അല്ലെ. നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുകയാണ്, കണക്ഷൻ കിട്ടുകയാണ്, ഒരു റിലേഷൻ കിട്ടുകയാണ്. അത് എന്താണ്? സംബന്ധവാചക വിശേഷനാണ്. ഓക്കെ, സംബന്ധവാചക വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് വാസ് സംബന്ധവാചക വിശേഷൻ? जो शब्द किसी व्यक्ति या वस्तु के संबंध, अधिकार या अपनापन बताते हैं उसे हम സംബന്ധവാചക വിശേഷൻ कहते हैं. ഇതേപോലത്തെ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.